നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന നല്ല നാടൻ രുചിയിൽ അമ്മ സ്പെഷ്യൽ ആയിട്ടുള്ള നെയ്യപ്പാണ്. അപ്പോൾ നമ്മൾ ചായക്കടയിലൊക്കെ വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെയ്യപ്പം തന്നെ നമ്മൾ ഒത്തിരി മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടും അതുപോലെ തന്നെ കുറേ രീതിയിൽ ചെയ്തെടുക്കാറുണ്ട്. ഇതിപ്പോൾ കുറച്ച് എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ ഇതിലൂടെ കാണിക്കുന്നത്. നമ്മൾ ചോറ് ചേർത്ത് അരച്ചിട്ടൊക്കെ കുറേ മണിക്കൂർ പൊങ്ങാൻ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ആ ഒരു റെസിപ്പി ഞാൻ പിന്നീട് ഒരിക്കൽ അപ്ലോഡ് ചെയ്യാം. ഇത് കുറച്ചുകൂടി എളുപ്പത്തിലുള്ളതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ആരെങ്കിലും ഈ ചാനലിൽ നിന്ന് പുതിയതായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ആ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസൊക്കെ എളുപ്പത്തിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നെയ്യപ്പം തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് ഇതിലോട്ടുള്ള ശർക്കര പാനി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ശർക്കരയാണ് കേട്ടോ. 1/2 കിലോ അരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഞാൻ 1/2 കിലോ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം അതിന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇതിലോട്ട് ഒരു 1/2 ഗ്ലാസ്സിനടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ആദ്യമേ തന്നെ ഒത്തിരി ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ അപ്പം നമുക്ക് കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 1/2 ഗ്ലാസ്സൊക്കെ ധാരാളമാണ്. ഈ ശർക്കര നമുക്ക് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര പാനി ഉരുക്കിയെടുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടാറണം. ചൂടാറിയതിന് ശേഷം ഒന്ന് അരിച്ചെടുത്ത് നമുക്ക് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ മാവ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് പച്ചരി അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ പച്ചരിയാണ്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 7-8 മണിക്കൂറൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഒരു 4 മണിക്കൂറിനടുത്ത് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ നന്നായി കഴുകി ഇതുപോലെ വെള്ളം വാർന്നെടുക്കുക. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിനകത്തോട്ടേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പകുതിയായിട്ട് ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ പച്ചരിയിൽ ഞാനൊരു പകുതി ഭാഗം മിക്സിയുടെ ജാറിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ശർക്കര പാനിയാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. കുറച്ച് മാത്രം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് ഒരിക്കലും പേസ്റ്റ് പോലെ അരച്ചെടുക്കരുത്. കുറച്ച് കയ്യിലൊരു തരിതരിപ്പ് വരുന്ന രീതിയിൽ വേണം നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് ഒതുക്കിയെടുത്തതിന് ശേഷമുള്ളത് ഞാൻ കാണിച്ചു തരാം. മാവൊന്ന് റെഡിയാക്കുന്നതിന് മുന്നേ നമുക്ക് ഇതിലോട്ട് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ തേങ്ങാക്കൊത്തിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ ഞാൻ ഒരു ചീനച്ചട്ടി വെച്ച് നന്നായി ചൂടായതിന് ശേഷം ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണിനടുത്ത് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് തേങ്ങാക്കൊത്ത് അരിഞ്ഞെടുക്കുമ്പോൾ വളരെ നേരിയ രീതിയിൽ വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മുടെ അപ്പം പെട്ടെന്ന് ഇങ്ങനെ ചെതറി പോയെന്നത് പോലെ ആകും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ ഒത്തിരി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് മാത്രം മതി. ഞാനൊരു കൈപ്പിടിക്കടുത്ത് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇത് ചെറിയൊരു ബ്രൗൺ കളറായി കിട്ടിയാൽ മതി. ഇത് ഇപ്പോൾ ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറാകാറില്ലേ നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ, ആ ഒരു കളറാകുമ്പോൾ നമുക്കിത് എടുത്ത് മാറ്റാം. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള മാവ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. മാവ് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പാകം ഞാൻ കാണിച്ചു തരാം. നമ്മൾ അരച്ചെടുക്കുമ്പോൾ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നോക്കുക. കണ്ടില്ലേ, ഇതുപോലെ ചെറിയ ഒരു തരിതരിപ്പ് പോലെ വേണം. അല്ലാതെ പേസ്റ്റ് പോലെ ഒരിക്കലും അരച്ചെടുക്കരുത്. ഇത് ഇത്തിരി ലൂസായിട്ടാണ് ഉള്ളത്. പിന്നെ ആ ശർക്കര പാനിയിൽ ഞാനൊരു ഇത്തിരി ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അവസാനം വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. മാവിന് നമ്മളിനി കുറച്ചൊന്ന് ടൈറ്റാക്കിയിട്ടാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അതായത് ദോശമാവ് പോലെ ലൂസാകാനും പാടില്ല, ഇഡ്ഡലീൻ്റെ ഒരു ഒത്തിരി അങ്ങ് കുറുകി പോകാനും പാടില്ല. ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ അധികം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലോട്ടേക്ക് കറുത്ത എള്ള നമുക്ക് ആവശ്യമായിട്ടുള്ളത് നന്നായി കഴുകിയതിന് ശേഷം ഉണക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് 1 ടേബിൾ സ്പൂണിനടുത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് ഏലക്കപ്പൊടിയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഏലക്കേൻ്റെ തൊണ്ടൊന്ന് കളഞ്ഞതിന് ശേഷം കുരു മാത്രം പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അത് 1 ടേബിൾ സ്പൂണിനടുത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യമായിട്ടുള്ളത് ചെറിയ ജീരകം ഒന്ന് കുത്തിച്ചതച്ചെടുത്തിട്ടുള്ളതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ജീരകത്തിൻ്റെ പൊടിയായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. ഇതിപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ. ഒരു 1/4 ടീസ്പൂണിനടുത്തൊക്കെ ധാരാളമാണ്. ഇനി ഞാൻ ഇതിലോട്ട് വളരെ കുറച്ച് ഒരു ചെറുപഴം മാത്രം എടുത്തിട്ട് അതൊന്ന് മിക്സിയിലിട്ട് അടിച്ച് വെച്ചിട്ടുള്ളതാണ്. ഒരു ചെറുത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 പിഞ്ച് അപ്പക്കാരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ബേക്കിംഗ് സോഡ. അപ്പോൾ ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഒത്തിരി പൊങ്ങി കിട്ടണ്ടെന്നാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ഇനി നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ആ നെയ്യോടുകൂടി തന്നെ ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നെയ്യപ്പത്തിന് ആവശ്യമായിട്ടുള്ളത്. ഇനി കൈ വെച്ചിട്ട് തന്നെയാണ് നമ്മളിതൊന്ന് കുഴച്ചെടുക്കുന്നത്. കുഴച്ചെടുത്തിട്ട് പാകം ഒന്ന് നോക്കുക. ലൂസായിട്ട് തോന്നുവാണെങ്കിൽ ഒരിത്തിരി മൈദ ചേർക്കുക. അതുപോലെ മാവ് ഒത്തിരി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ടൈറ്റായി പോയിട്ടുണ്ടെങ്കിൽ ഒരിത്തിരി ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്താലും മതി. ഇനി കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം.
അപ്പോൾ കൈ വെച്ച് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം തവി വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഈ മാവ് സാധാരണ 8 മണിക്കൂറും 10 മണിക്കൂറൊക്കെ ചിലപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കാറുണ്ട്. ഇതിപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഒരു 2 മണിക്കൂർ അങ്ങനെ ധാരാളമാണ്. 2 മണിക്കൂറൊക്കെ വെക്കുമ്പോഴത്തേക്കന്നെ അപ്പോൾ നമുക്ക് നന്നായിട്ട് പൊങ്ങി കിട്ടും. അപ്പോൾ ഇത് ഇതുപോലെ ശരിക്കും യോജിപ്പിച്ചെടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു 2 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മുടെ കൂട്ട് വെച്ചിട്ട് ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കൂട്ട് കുറച്ച് കട്ടിയായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര പാനിയിൽ ബാക്കിയുള്ളത് കൂടി ഇതിൽ ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പാകം നിങ്ങൾ നോക്കുക. നമ്മൾ തവിയിൽ നിന്ന് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഒത്തിരി ടൈറ്റ് ആകാനും പാടില്ല, ഒത്തിരി അങ്ങ് ലൂസാകാനും പാടില്ല. അപ്പോൾ ഒരു ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. എന്നിട്ട് അത്യാവശ്യം തന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ശരിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര സൈസിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് ആ ഒരു കണക്കിന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു തവി മുഴുവനായിട്ട് ഇതുപോലെയാണ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ പൊങ്ങി വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, നല്ല പൊങ്ങി കിട്ടിയിട്ടുണ്ട്. നമ്മൾ 2 മണിക്കൂറല്ലേ വെച്ചിട്ടുള്ളൂ, എന്നിട്ട് തന്നെ കണ്ടില്ലേ ഇത്രയധികം പൊങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി മണിക്കൂർ വെക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. നമുക്ക് ശരിക്കും ആ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. കളർ ഏകദേശം കണ്ടില്ലേ ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ നിങ്ങൾ തീയുടെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക. തീ ഒത്തിരി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഉൾഭാഗം നന്നായിട്ട് വെന്ത് കിട്ടില്ല. ഞാൻ അടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഒന്നുകൂടി ഞാനൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഒരു തവി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഗ്യാസ് സ്റ്റൗവിലാണ് വെക്കുന്നതെങ്കിലും അടുപ്പിലാണ് വെക്കുന്നതെങ്കിലും തീ ഒരു കുറച്ചാക്കിയിട്ട് മാത്രം ചെയ്യുക. എന്നാലും മാത്രമേ 2 സൈഡും ഒരുപോലെ നമുക്ക് പാകമായി കിട്ടും. ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വരുമ്പോൾ തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും കണ്ടില്ല ഇതുപോലെ നന്നായിട്ട് പൊങ്ങി കിട്ടും. വളരെ പെട്ടെന്നാകുന്നതാണ്. എന്നിട്ട് നമുക്ക് തിരിച്ചിട്ടിട്ട് 2 സൈഡ് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. കളറൊന്ന് മാറി ബ്രൗൺ കളറാകുമ്പോൾ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഇതുപോലെ നമുക്ക് മുഴുവൻ ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഇവിടെ നല്ല നാടൻ രുചിയില്ല നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തുനിന്ന് ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നത് ഒഴിവാക്കാം. ബേക്കിംഗ് സോഡ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ നെയ്യപ്പം കുറേ സമയം ഇതുപോലെ തന്നെ നല്ല ഈ പൊങ്ങിയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ചേർക്കാതെ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഇതിൽ ഈ ഒരു ഷേപ്പിൽ നല്ല പൊങ്ങി കിട്ടില്ല എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റിയാണ്. ഇതിൻ്റെ ഉൾഭാഗം ഞാൻ പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം. ഉൾഭാഗം നല്ല സോഫ്റ്റാണ്. അതുപോലെ ഈ സൈഡൊക്കെ നല്ല മൊരിഞ്ഞിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ ഇനി നല്ലൊരു നാടൻ ഡിഷുമായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.